ഹരിപ്പാട് സർവീസ് റോഡ് കേന്ദ്രീകരിച്ച് ചെറുകിട ലഹരി വിൽപ്പന. ആലപ്പുഴ ദേശീയപാതയ്ക്ക് സമീപത്തു നിന്നും മാരകമായ ലഹരി മരുന്നായ MDMA-യുമായി യുവാവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. കുമാരപുരം താമല്ലാക്കൽ ഉസ്മാനിയ മൻസിലിൽ ഇല്യാസാണ് ഹരിപ്പാട് പോലീസിന്റെയും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും സംയുക്ത പരിശോധനയിൽ വലയിലായത്. ഇവരിൽ നിന്നും വിപണിയിൽ വലിയ വില വരുന്ന 5.72 ഗ്രാം അതിമാരക MDMA പോലീസ് ഔദ്യോഗികമായി പിടിച്ചെടുത്തു. വ്യാഴാഴ്ച രാത്രി 8:30 ഹരിപ്പാട് തെക്കേനട ജംഗ്ഷനടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് റോഡിന് സമീപത്ത് നിന്നുമാണ് പ്രതിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സാന്നിധ്യം കണ്ട് ഭയന്ന് സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇല്യാസിനെ പോലീസിന് സംശയം തോന്നിയതിനെ തുടർന്ന് പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് ഇയാളെ വിശദമായ ശരീരപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന മാരക മയക്കുമരുന്ന് കണ്ടെടുത്തത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ പിണറായി വിജയന് മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞത്ത് അദാനി MSC ഓഹരി കൈമാറ്റ നീക്കം സർക്കാർ അറിഞ്ഞില്ലെന്നാവർത്തിച്ച മുഖ്യമന്ത്രി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് അയച്ച കത്തിനുള്ള മറുപടിയായാണ് VD സതീശൻ നിലപാട് ആവർത്തിക്കുന്നത്. മുൻകൂർ അനുമതിയില്ലാതെയുള്ള നീക്കത്തിൽ അദാനിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. UDF സർക്കാർ വരും മുമ്പ് തന്നെ ഓഹരി കൈമാറ്റം നീക്കം തുടങ്ങിയിരുന്നു. ജൂൺ 5 ദേശാഭിമാനി വാർത്തയും മറുപടിയിൽ മുഖ്യമന്ത്രി എടുത്തു പറയുന്നു. LDF സർക്കാർ കാലത്തെ നീക്കങ്ങൾ പിണറായി അറിയാതെ നടക്കില്ലെന്നും അന്നത്തെ നീക്കങ്ങൾ വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. UDF സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വിശദീകരിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ആഗോള അയ്യപ്പ സംഗമം ഇനി ഉണ്ടാകില്ല. K ജയകുമാർ. ശബരിമല അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ആഗോള അയ്യപ്പ സംഗമം ഇനി ഉണ്ടാവില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനം കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കാനുള്ള വിപുലമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് നടപടി. ഈ വർഷം മുതൽ ശബരിമലയിൽ പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്നും ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നിവയ്ക്കാകും ബോർഡ് മുൻതൂക്കം നൽകുകയെന്നും K ജയകുമാർ പറഞ്ഞു. വാക്കേറ്റം, കയ്യാങ്കളി, ചോരക്കളി. അമ്പലപ്പുഴയിൽ സുധാകരനും സഖാക്കളും നേർക്കുനേർ. അമ്പലപ്പുഴ നീർക്കുന്ന സ്കൂളിൽ G സുധാകരൻ MLA-യും CPIM പ്രവർത്തകരും തമ്മിൽ അതിരൂക്ഷമായ വാക്കുതർക്കവും കയ്യേറ്റവും. സ്കൂളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തുന്നുവെന്ന ആരോപണം അന്വേഷിക്കാനായി MLA എത്തിയപ്പോഴാണ് സംഭവം. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ മുൻ CPIM പ്രസിഡന്റും നിലവിലെ അംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സുധാകരനുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു. ശബരിമല തീർത്ഥാടനം 1750 ബസ്സുകളുമായി KSRTC. ശബരിമല തീർത്ഥാടന കാലത്തെ സർവീസുകൾക്കായി KSRTC ഒരുക്കങ്ങൾ ആരംഭിച്ചു. മുൻ വർഷങ്ങളിൽ സർവീസുകൾ ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ മാസങ്ങൾക്ക് മുമ്പേ KSRTC ഒരുക്കങ്ങൾ ആരംഭിച്ചു. 1750 ബസ്സുകളാണ് ഇത്തവണ ശബരിമല സർവീസിനായി നിരത്തിലിറക്കുക. KSRTCയുടെ വിവിധ സെൻട്രൽ, റീജിയണൽ വർക്ക്ഷോപ്പുകളിലും അതാത് ഡിപ്പോകളിലുമാണ് പ്രധാന അറ്റകുറ്റപ്പണികൾ നടന്നുവരുന്നത്. കുംഭമേള വൈറൽ താരത്തിന് തിരിച്ചടി. പോലീസ് സംരക്ഷണം നീക്കി ഹൈക്കോടതി. കുംഭമേള വൈറൽ പെൺകുട്ടിക്കും ഭർത്താവിന് നൽകിയിരുന്ന പോലീസ് സംരക്ഷണം ഹൈക്കോടതി നീക്കി. ഇരുവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പെൺകുട്ടിയും ഭർത്താവും നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ഇത് പെൺകുട്ടിയുടെ പദവി രീതിയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പെൺകുട്ടി സംരക്ഷണം ആവശ്യപ്പെട്ടാൽ മാത്രം നൽകിയാൽ മതിയെന്ന് പോലീസിനോട് കോടതി പറഞ്ഞു. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവ് ഫർമാന്റെ മുൻകൂർ ജാമ്യ ഹർജി മധ്യപ്രദേശ് കോടതി തള്ളിയിരുന്നു. മഹേശ്വറിലെ പ്രത്യേക പോക്സോ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അടിമാലിയിൽ വനംവകുപ്പിന്റെ ക്രൂരത. 5 വർഷമായി JCB കസ്റ്റഡിയിൽ. യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. റിസർവ് ഭൂമിയിൽ നിന്ന് മരങ്ങൾ പിഴുതുമാറ്റി വനംവകുപ്പിന് നഷ്ടം വരുത്തിയെന്നാരോപിച്ച് കേസെടുത്തതിനെ തുടർന്ന് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ അജീഷ് എന്ന യുവാവ് വനംവകുപ്പ് ഓഫീസിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വെറും 15 ദിവസത്തിനകം വാഹനം തിരികെ നൽകാമെന്ന് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തതിനെ വിശ്വസിച്ചാണ് അജീഷ് അന്ന് JCB ഹാജരാക്കിയത്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഇദ്ദേഹത്തിന് 35 ലക്ഷം രൂപ വിലമതിക്കുന്ന വാഹനം വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ കാട് കയറിയ നിലയിലാണ് കിടക്കുന്നത്. വാഹനം ലഭിക്കാതിരുന്നിട്ടും പ്രതിമാസം 49,951 രൂപ വീതം വായ്പ തിരിച്ചടവ് നടത്തേണ്ടി വരുന്ന വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് ഈ കുടുംബം. സംഭവം വലിയ വാർത്തയായതോടെ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.
BJP-യിൽ വൻ ഫണ്ട് വിവാദം. പ്രമുഖ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള BJP-യിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ പ്രമുഖ ഭാരവാഹികൾക്കെതിരെ നടപടികൾ ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളുടെ നിർമ്മാണം, ഹെലികോപ്റ്റർ വാഹന വാടക ഇനങ്ങളിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി പാർട്ടിക്കുള്ളിൽ തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. വിവാദങ്ങൾ പുറത്തുവന്നതോടെ വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഇവർക്ക് ഭാരവാഹിത്വം ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. നിയമസഭയിൽ നിന്നും MLA-യുടെ വ്യാജ ഒപ്പിട്ട പണം തട്ടി. മുൻ MLA-യുടെ PA അറസ്റ്റിൽ. നാട്ടിക മുൻ MLA CC മുകുന്ദന്റെ മുൻ PA മസൂദ് K വിനോദ് അറസ്റ്റിൽ. നിയമസഭയിൽ നിന്നും MLA-യുടെ വ്യാജ ഒപ്പിട്ട സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മസൂദ് K വിനോദിനെ അന്തിക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നിയമസഭയിൽ നിന്ന് ഓവർടൈം ഡ്യൂട്ടി അലവൻസായി 85,400 രൂപ വ്യാജരേഖയുണ്ടാക്കി തട്ടിയ കേസിലാണ് അറസ്റ്റ്. MLA-യുടെ വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ചാണ് പണം തട്ടിയത്. മസൂദിനെ റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് AM മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 2021-24 കാലയളവിലാണ് മസൂദ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് AM മുഹമ്മദ് ഹാഷിം നിയമസഭാ രേഖകൾ മൂലം പരാതി നൽകിയതിൽ 2024 തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും 2025 മാർച്ച് മാസത്തോടെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു. പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ പിടിച്ചു വാങ്ങി റോഡിലെറിഞ്ഞ് പൊട്ടിച്ചു. യുവാവ് അറസ്റ്റിൽ. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് P ദിനേശ്, ഹൈവേ പോലീസിലെ സീനിയർ CPO സനോജ് കുമാർ എന്നിവരുടെ പരാതിയിലാണ് നടപടി. താമരശ്ശേരി തച്ചമ്പൊയിൽ സ്വദേശി ഷാഹിദ് അലിയാണ് അറസ്റ്റിലായത്. ചീനിമുക്ക് ഭാഗത്ത് വെച്ചാണ് സംഭവം. വാഹനം നിർത്തി ഡ്രൈവർ ഫോണിൽ സംസാരിക്കവേ ഇയാൾ അസഭ്യം പറയുകയും വാഹനത്തിന്റെ പിൻസീറ്റിലിരുന്ന ദിനേശിന്റെ 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങി റോഡിലെറിഞ്ഞ് പൊട്ടിക്കുകയുമായിരുന്നു. മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതിയുടെ ഫോട്ടോ മൊബൈൽ പകർത്തിയെന്നാരോപിച്ചാണ് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്.